അന്താരാഷ്ട്ര ബന്ധങ്ങളും സുരക്ഷാ ചലനാത്മകതയും ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളും നിർണ്ണയിക്കുന്നതിന് 2024 മികച്ച 10 ആണവശക്തി രാജ്യങ്ങൾ പ്രധാനമാണ്. ഇവയുടെ നാശത്തിനുള്ള അപാരമായ സാധ്യതകൾ കാരണം ആണവായുധങ്ങൾ ചരിത്രപരമായി ഭൗമരാഷ്ട്രീയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതുകൂടാതെ ഭരണകൂട പെരുമാറ്റത്തെയും നയതന്ത്ര ചർച്ചകളെയും സ്വാധീനിക്കുന്നു. ഗ്ലോബൽ പവർ ബാലൻസ് വിശകലനം ചെയ്യുന്നതിന് 2024 ആണവായുധങ്ങളുള്ള മുൻനിര രാജ്യങ്ങളെ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ രാജ്യങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ചും പ്രാദേശിക അന്തർദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഉയർന്ന തന്ത്രപരമായ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇത് വിവരങ്ങൾ നൽകുന്നു. ഇന്നത്തെ വീഡിയോയിൽ 2024 ഏറ്റവും മികച്ച 10 ആണവശക്തി രാജ്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. ആണവ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്ന വളരെ വിനാശകരമായ ഉപകരണങ്ങളാണ് ആണവായുധങ്ങൾ. അറ്റോമിക് ന്യൂക്ലിയസുകളെ സംയോജിപ്പിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ ആറ്റങ്ങളെ വിഭജിക്കുന്ന ഫിഷൻ പോലെയുള്ള പ്രക്രിയയിലൂടെ അവ വൻതോതിലുള്ള ഊർജ്ജം വികസിപ്പിക്കുന്നു. ഈ ആയുധങ്ങൾ വൻ നാശത്തിന് കാരണമാകുകയും പരിസ്ഥിതി, മനുഷ്യന്റെ ആരോഗ്യം, ലോകത്തിന്റെ സ്ഥിരത എന്നിവയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളും ആണവായുധങ്ങളാൽ സായുധരാണ് എന്നതിനാൽ ഈ രാജ്യങ്ങൾ ഭൗമരാഷ്ട്രീയത്തിലും ലോക സുരക്ഷയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. ഭാവിയിൽ ആണവശേഷികൾ വർദ്ധിച്ചേക്കാം എന്നതിനാൽ വ്യാപന ആശങ്കകൾ പരിഹരിക്കുന്നതിനും അന്താരാഷ്ട്ര സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുപോരുന്നു. ഇനി നമുക്ക് 2024 മികച്ച 10 ആണവശക്തികളെ പറ്റി ഒന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി റഷ്യ. 5889 പോർമുനകളുള്ള റഷ്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുണ്ട്. സ്ട്രാറ്റജിക് ബോംബറുകൾ, സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ, കരയധിഷ്ഠിത ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ റഷ്യ പരിപാലിച്ചു പോരുന്നു. അതോടൊപ്പം അവാൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, RS-28 സർമാട്ട് ICBM തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളും റഷ്യ വികസിപ്പിച്ചെടുത്തു. ആണവായുധ വ്യാപനം കുറയ്ക്കുന്നതിനുള്ള പുതിയ സ്റ്റാർട്ട് പോലെയുള്ള ആയുധ നിയന്ത്രണ കരാറുകളിലും റഷ്യ പങ്കെടുത്തിരുന്നു. ഒരു പരമ്പരാഗത ഭീഷണിയുടെ സാഹചര്യത്തിൽ ആണവായുധങ്ങൾ വിന്യസിക്കാനുള്ള അവകാശവും ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിൽ അവ വഹിക്കുന്ന പങ്കും സ്റ്റാർട്ട് കരാർ അംഗീകരിക്കുന്നു. അതിനാൽ തന്നെ ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി റഷ്യ ആണവായുധങ്ങൾ വിന്യസിച്ചിരുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ റഷ്യയുടെ പ്രതിരോധ പദ്ധതികളിൽ അതിന്റെ തുടർച്ചയായ പ്രാധാന്യം പ്രകടമാക്കിക്കൊണ്ട് ആണവായുധ ശേഖരം അപ്ഡേറ്റ് ചെയ്യുന്നത് റഷ്യ ഇപ്പോഴും തുടർന്നു പോരുന്നു. രണ്ടാമതായി അമേരിക്ക. 5244 വാർഹെഡുകളുള്ള അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആണവായുധ ശേഖരമുണ്ട്. ഈ ആയുധങ്ങളിൽ ഭൂരിഭാഗവും 5 വലിയ സമനില സ്റ്റേറ്റുകളിലുടനീളം മിസൈൽ സിലോകളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ശേഷിക്കുന്ന ആയുധങ്ങൾ വ്യോമസേനാ താവളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയും അതിൽ നിന്നും ദീർഘദൂര ബോംബറുകളിൽ അവശ്യ സമയങ്ങളിൽ ഘടിപ്പിക്കുകയും ചെയ്തു പോരുന്നു. ഇതിൻ പ്രകാരം ഏതാണ്ട് 5 യൂറോപ്യൻ രാജ്യങ്ങളിലെ എയർ സ്റ്റേഷനുകളിലായി 100 അമേരിക്കൻ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം 400 കരയധിഷ്ഠിത ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളിലെ സമാനമായ എണ്ണം വാർഹെഡുകളും ഈ ജാഗ്രതാ സേനയുടെ ഭാഗമായി തുടർന്നു പോരുന്നു. ഒരു ICBM വിക്ഷേപിക്കുന്നതിന് കുറച്ച് മിനിറ്റുകളും ഒരു SLBM വിക്ഷേപിക്കാൻ 15 മിനിറ്റും മാത്രമേ എടുക്കൂ എന്നതിനാൽ ഈ കണക്കുകൾ അമേരിക്കയെ അതീവ അപകടകാരിയാക്കി മാറ്റുന്നു. ഇതുകൂടാതെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ആയുധമായ B-83 ഗ്രാവിറ്റി ബോംബിന് ഹിരോഷിമയിൽ നാശം വിതച്ച ബോംബിനെ അപേക്ഷിച്ച് 80 മടങ്ങധികം ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്നു. മൂന്നാമതായി ചൈന. 410 പോർമുനകളുള്ള ചൈനയ്ക്ക് താരതമ്യേന ചെറുതും എന്നാൽ വളരുന്നതുമായ ആയുധശേഖരമുണ്ട്. ചൈന പ്രതിരോധ പര്യാപ്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മിനിമം ഡിറ്ററൻസ് സമീപനം നിലനിർത്തുകയും ചെയ്യുന്നു. സാധ്യമായ സ്ട്രാറ്റജിക് ബോംബറുകളുടെ വികസനം, അന്തർവാഹിനികളിലെ SLBMകൾ, കരയടിസ്ഥാനമാക്കിയുള്ള ICBMകൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജിക് ട്രയാഡും ചൈന ഉൾക്കൊള്ളുന്നു. ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്ന് ഔദ്യോഗികമായി പറയുന്നുവെങ്കിലും തങ്ങളുടെ സ്ഥലങ്ങൾ കയ്യേറുന്നവർക്കെതിരെ ഈ നയം പാലിക്കില്ല എന്നും ചൈന വ്യക്തമാക്കുന്നു. ചൈനയുടെ ആണവശേഷി മുൻകാലങ്ങളിൽ എല്ലായ്പ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും ചൈന നിലവിൽ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ന്യൂക്ലിയർ ശക്തികളെ നവീകരിക്കുകയും ചെയ്യുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ആഗോള സുരക്ഷയുടെ ചലനാത്മകതയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം അതിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആണവ വ്യാപനത്തിന് കാരണമാകാമെന്നും കരുതപ്പെടുന്നു. നാലാമതായി ഫ്രാൻസ്. മറ്റാണവ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രാൻസിന് 290 പോർമുനകളുള്ള ഒരു ചെറിയ ആണവശേഖരമുണ്ട്. താരതമ്യേന ഒരു ചെറിയ രാജ്യമായ ഫ്രാൻസ് ഒറ്റയ്ക്ക് ഇത്രയും ആണവായുധം സൂക്ഷിക്കുന്നു എന്നത് ഫ്രാൻസിനെ ഒരു അപകടകാരിയായ രാജ്യമാക്കി മാറ്റുന്നു. തന്ത്രപ്രധാനമായ ബോംബറുകൾ, കരയധിഷ്ഠിത മിസൈലുകൾ, അന്തർവാഹിനികളിലെ SLBMകൾ എന്നിവ ഫ്രാൻസിന്റെ കൈവശമുണ്ട്. ആണവായുധങ്ങളുടെ കാര്യത്തിൽ ആദ്യം ഉപയോഗിക്കേണ്ടതില്ല എന്ന തത്വം പിന്തുടരുന്നുവെങ്കിലും ആണവായുധങ്ങൾ നവീകരിക്കാൻ വൻതോതിൽ ഫ്രാൻസ് നിക്ഷേപം നടത്തുകയും ചെയ്തു പോരുന്നു. ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിന് ആണവ പ്രതിരോധം അനിവാര്യമാണെന്ന് കണക്കാക്കപ്പെടുന്നതിനാൽ നാറ്റോയുടെ സംയോജിത ചട്ടക്കൂടിന് പുറത്ത് സ്വതന്ത്ര ആണവ പ്രതിരോധം കൈവശമുള്ള യൂറോപ്പിലെ ഏക രാഷ്ട്രമാണ് ഫ്രാൻസ് നിലവിലെന്ന പ്രത്യേകതയുമുണ്ട്. അഞ്ചാമതായി യുണൈറ്റഡ് കിങ്ഡം. മറ്റാണവശക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിന് 225 പോർമുനകളുടെ താരതമ്യേന ചെറിയ ആണവായുധ ശേഖരമുണ്ട്. UK സ്വന്തമായൊരു ന്യൂക്ലിയർ ഡിറ്ററന്റ് ഉണ്ട് എന്നത് കൂടാതെ ട്രൈഡന്റ് എന്നറിയപ്പെടുന്ന ആണവായുധ പ്രോഗ്രാമിനെ UK ആശ്രയിച്ചിരിക്കുന്നു.
ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മിച്ച ആണവായുധങ്ങൾ പ്രധാന ഡെലിവറി വാഹനമായ SSBNകൾ അല്ലെങ്കിൽ ആണവ സായുധ അന്തർവാഹിനികളിൽ സൂക്ഷിച്ചു പോരുന്നു. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ആദ്യം വിട്ടുനിൽക്കാൻ ഔദ്യോഗികമായി സമ്മതിക്കുന്നുവെങ്കിലും ആണവായുധ ശേഖരം നവീകരിക്കാൻ വൻതോതിൽ UK നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു. നാറ്റോ സഖ്യത്തിന്റെ പൊതുതന്ത്രമായ പ്രതിരോധത്തിലേക്ക് അതിന്റെ ആണവശേഷി സംഭാവന ചെയ്യുക എന്നതാണ് UKയുടെ പ്രധാന പങ്ക്. ആറാമതായി പാകിസ്ഥാൻ. മറ്റാണവ ശക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 170 വാർഹെഡുകളുള്ള പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധ ശേഖരം വളരെ കുറവാണ്. പാകിസ്ഥാൻ ആണവായുധങ്ങളുമായി സജ്ജമാണെന്ന് അവർ അവകാശപ്പെടുന്നുവെങ്കിലും പാകിസ്ഥാന്റെ കൈവശം ആണവായുധങ്ങൾ ഇല്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ അവകാശപ്പെടുന്നതനുസരിച്ച് ആണവായുധങ്ങൾ എത്തിക്കാൻ അവർ കരയിൽ സ്ഥിതി ചെയ്യുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു പോരുന്നു. ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കരുത് എന്ന നയം നിലനിർത്തുന്നുവെങ്കിലും പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ മനസ്സിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ ആണവായുധ ശേഖരം വിപുലീകരിക്കുന്നു. പാകിസ്ഥാൻ പറയുന്നതനുസരിച്ച് തന്ത്രപരമായ സ്ഥിരത തകരുന്ന തടയാനുള്ള മാർഗമായി ആണവായുധങ്ങളുടെ ഉപയോഗം പരിഗണിക്കുന്നുവെങ്കിലും അയൽ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു മാർഗമായി പാകിസ്ഥാൻ ഇവയെ ഉപയോഗിച്ചു പോരുന്നു. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ സ്വതന്ത്രമായി ആണവ പദ്ധതി നിർമ്മിച്ചുവെന്നും പറയപ്പെടുന്നു. ഏഴാമതായി ഇന്ത്യ. 164 പോർമുനകളുള്ള ഇന്ത്യയുടെ ആണവായുധ ശേഖരം മറ്റ് പ്രധാന ആണവ രാജ്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവുള്ളതിനാൽ ആണവായുധങ്ങൾ എത്തിക്കാൻ കരയിൽ സ്ഥിതി ചെയ്യുന്ന ബാലിസ്റ്റിക് മിസൈലുകളും അന്തർവാഹിനികളും വിമാനങ്ങളും ഉപയോഗിച്ചു പോരുന്നു. ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കരുത് എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് എങ്കിലും പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്നവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തങ്ങളുടെ ആണവായുധങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. തന്ത്രപരമായ സ്ഥിരത നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗമായി ആണവായുധങ്ങളുടെ ഉപയോഗം പരിഗണിക്കുന്നു എന്നതിനാൽ ഇന്ത്യ ആണവ ഭീഷണി ഉയർത്തുന്ന രാജ്യമായി ഒരിക്കൽ പോലും മാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ കക്ഷിയല്ലാതിരുന്നിട്ടും ഇന്ത്യ സ്വതന്ത്രമായ ആണവ പദ്ധതി രൂപീകരിച്ചിരുന്നു. എട്ടാമതായി ഇസ്രായേൽ. ഇസ്രായേലിന് 90 പോർമുനകളുള്ള പരിമിതമായ ആണവായുധ ശേഖരമാണ് നിലവിലുള്ളത്. തങ്ങളുടെ ആണവായുധ പദ്ധതിയുടെ നിലനിൽപ്പ് സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാത്ത ഒരു ആണവ അവ്യക്ത തന്ത്രമാണ് ഇസ്രായേലിനുള്ളത്. ആണവ നിർവ്യാപന ഉടമ്പടി ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല എന്നതിനാൽ ആ ഉടമ്പടിയിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ ആണവായുധങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സുരക്ഷയുടെ ചലനാത്മകതയ്ക്ക് എല്ലാ കാലത്തും ഭീഷണിയായതിനാൽ ഇവ പതിവായി വിശകലനം ചെയ്യപ്പെടുന്നു. ഇസ്രായേലിന് ആണവായുധ ശേഖരമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുവെങ്കിലും കൃത്യമായ അളവ് ഇസ്രായേൽ ഇതുവരെയും പരസ്യമാക്കിയിട്ടില്ല. എന്നിരുന്നാലും ഇതിനായി വിമാനങ്ങൾ, അന്തർവാഹിനികൾ എന്നിങ്ങനെയുള്ള നിരവധി ഡെലിവറി സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ഇസ്രായേലിന്റെ ആണവായുധങ്ങൾ പ്രദേശത്ത് സാധ്യമായ ശത്രുക്കളെ തടയുന്നതായി ലോകരാജ്യങ്ങൾ വിശ്വസിച്ചു പോരുന്നു. ഒൻപതാമതായി ഉത്തര കൊറിയ. തങ്ങളുടെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന് ഉത്തര കൊറിയ തുറന്നു സമ്മതിച്ചുവെങ്കിലും എത്ര എണ്ണം ഉണ്ടെന്നോ ഇതിൽ സത്യമുണ്ടോ എന്നും സ്ഥിരീകരണമുണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തങ്ങളുടെ ആണവശേഷി പരിശോധിക്കാൻ നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നവർ അവകാശപ്പെടുന്നുവെങ്കിലും ഉത്തര കൊറിയയുടെ കൈവശമുള്ള ആണവ പോർമുനകളുടെ കൃത്യമായ എണ്ണത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യത്യസ്തമായി പറയപ്പെടുന്നു. ആണവ പോർമുനകൾ ഉപയോഗിച്ച് ബാലിസ്റ്റിക് റോക്കറ്റുകൾ നിർമ്മിക്കുന്നു എന്നതിനാൽ ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പ്രാദേശിക സുരക്ഷയിലും ആഗോള സുരക്ഷയിലും ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2003 ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്നും ഉത്തര കൊറിയ പിന്മാറിയെങ്കിലും നയതന്ത്ര ചർച്ചകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളിലൂടെ കൊറിയൻ പെനിൻസുലയെ ആണവ വിമുക്തമാക്കുകയും ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്തു. പത്താമതായി തുർക്കി. ആണവായുധങ്ങൾ ഉണ്ടെന്ന് തുർക്കി ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല എങ്കിലും നാറ്റോ സഖ്യത്തിന്റെ ആണവ പങ്കിടൽ കരാറുകളിൽ അംഗമെന്ന നിലയിൽ തുർക്കിയും ആണവ പദ്ധതികളിൽ പങ്കാളിയാണ്. തുർക്കിയിലെ ഇൻസർലിക് എയർബേസിൽ സൂക്ഷിച്ചിരിക്കുന്ന അമേരിക്കയുടെ ആണവായുധങ്ങൾ നാറ്റോയുടെ ആണവ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നു. തുർക്കിയിലെ ആണവായുധങ്ങളുടെ കൃത്യമായ അളവിനെക്കുറിച്ചോ ഉദ്ദേശത്തെക്കുറിച്ചോ പൊതുജനങ്ങൾക്കറിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്ന ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം കൂടിയാണ് തുർക്കി. തുർക്കിയുടെ ആണവ പരിഗണനകൾ ഭൗമരാഷ്ട്രീയപരമായി പ്രാധാന്യമുള്ള പ്രദേശത്തോടുള്ള സാമീപ്യത്തിൽ നിന്നും നാറ്റോയുടെ ആണവ പങ്കിടൽ പരിപാടിയിലെ പങ്കാളിത്തത്തിൽ നിന്നുമാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു. ആണവായുധങ്ങളുള്ള ആദ്യ 10 രാജ്യങ്ങൾ അന്താരാഷ്ട്ര സുരക്ഷയുടെ ചലനാത്മകതയെ സാരമായി സ്വാധീനിക്കുന്നു. ആണവ യുദ്ധം ഒരു യഥാർത്ഥ സാധ്യതയെ നിലനിൽക്കുന്ന അസ്ഥിരമായ ലോകത്ത് സമാധാനം പിന്തുടരുന്നതിനും ആയുധ നിയന്ത്രണ കരാറുകളെ മാനിക്കുന്നതിനും ലോകത്തിലെ 10 ആണവായുധ രാജ്യങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.